ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നല്ല ഒരു ദിവസം ഈ കർത്താവിൻ്റെ നാമത്തിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി നിനക്ക് നേരുക. ഈശോയുടെ ശാന്തി സമാധാനമൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ഈശോയ്ക്കും നമ്മെ പോലെ ഒത്തിരി ബന്ധങ്ങളുണ്ടായിരുന്നു. നമുക്കറിയാം, ശിഷ്യന്മാരുണ്ട്, ഈശോയുടെ കസിൻസ് ഉണ്ട്, ഈശോയുടെ അമ്മയുണ്ട്, അതുപോലെ ഈശോയെ അനുകരിക്കുന്നവരുണ്ട്, ഇഷ്ടപ്പെടുന്നവരുണ്ട്. പിന്നെ ഈശോ കാരുണ്യം ചൊരിഞ്ഞ് ഒരുപിടി പാവപ്പെട്ടവരൊക്കെ ഉണ്ട്. ഈശോയ്ക്ക് ഒത്തിരി ബന്ധങ്ങളുണ്ട്. ഈശോ ബന്ധങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. പ്രിയ സഹോദര സഹോദരി, നിനക്കുമില്ലേ ബന്ധങ്ങൾ? ഈ ബന്ധങ്ങളെ പരിപോഷിപ്പിക്കാൻ നീ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഞാനിന്ന് ബന്ധങ്ങളെക്കുറിച്ച് പറയാൻ കാരണം, ഈശോനെ തിരക്കി ഈശോയുടെ അമ്മയും സഹോദരങ്ങളൊക്കെ വരുന്ന ഒരു രംഗം സുവിശേഷത്തിലുണ്ട്. ആരോ ചെന്ന് പറയുകയാണ്, നിൻ്റെ അമ്മയും സഹോദരങ്ങളൊക്കെ വന്നിരിക്കുന്നു. അപ്പോൾ ഈശോ കൊടുക്കുന്ന ഒരു മറുപടി അത് ഇപ്രകാരമാണ്. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 21-ാം തിരുവചനം. അവൻ പറഞ്ഞു, ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും. അവർ കാണാൻ വന്നപ്പോൾ അവരെക്കുറിച്ച് വലിയൊരു ക്രെഡിറ്റ് ഈശോ ചുറ്റുമുള്ളവരോട് പറയുക. അവരെക്കുറിച്ചുള്ള ക്രെഡിറ്റും ഒപ്പം ദൈവവചനം കേൾക്കുന്ന അവർക്ക് അതേ സ്ഥാനമുണ്ടെന്നൊരു സൂചന കൂടി കൊടുക്കുക. എൻ്റെ അമ്മ എന്ന് പറയുക, എൻ്റെ സഹോദരൻ എന്ന് പറയുക ദൈവവചനം കേട്ട് അത് അനുസരിക്കുന്നവരാണ്. പ്രിയ സഹോദര സഹോദരി, ഇതിനോട് ചേർത്തൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഈശോയുടെ വചനത്തിന് നീ ജീവിതത്തിൽ നല്ല ആഴം കൊടുത്താൽ നിനക്കും ഉയരാൻ പറ്റും ഈശോയുടെ അമ്മയുടെ സ്ഥാനത്തേക്ക്, ഈശോയുടെ സഹോദരങ്ങളുടെ സ്ഥാനത്തേക്ക്, ഈശോയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഉയരാൻ പറ്റും. അത് നിനക്ക് സാധിക്കട്ടെ. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് കണ്ണുകളെ അടച്ച് കരങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാം. നല്ലവനായ കർത്താവേ, ഈ പ്രഭാതത്തിൽ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. നിൻ്റെ വചനത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുവാനും ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരുവാനായിട്ട് ഈ വ്യക്തിയെ നീ പ്രത്യേകമായിട്ട് സഹായിക്കണമേ. ഇന്നത്തെ ദിവസം നിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകൾ കൊണ്ടും അഭിഷേകം കൊണ്ടും ഈ വ്യക്തി നിറയുവാനായിട്ട് ഇടവരട്ടെ എന്ന് ഈശോയെ നിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച്